ഹായ് മകളെ, 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളോടാണ്. നിങ്ങളുടെ ഓണം വെക്കേഷനൊക്കെ ഏകദേശം കഴിഞ്ഞു എന്ന് തന്നെ പറയാം. നിങ്ങളിനി സ്കൂളുകളിലേക്ക് പോകാനിരിക്കുകയാണ്. പല കുട്ടികൾക്കും മനസ്സുകൊണ്ട് സ്കൂളിൽ പോകണമെന്നില്ല. കാരണം അവർക്ക് കിട്ടുന്ന ആൻസർ ഷീറ്റുകളെ പേടിച്ചുകൊണ്ടാണ് അവരിയ്ക്കുന്നത്. നിങ്ങൾ എഴുതിയ പല എക്സാമുകളും നിങ്ങൾ വിചാരിച്ചത്ര പെർഫോം ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. പല സബ്ജക്റ്റുകളും സ്കൂളുകളിലും ക്ലാസ് റൂമുകളിലൊക്കെ പല കുട്ടികളും എന്നെ പഠിപ്പിയാക്കി മാറ്റിയിട്ടുണ്ട്. എന്നിട്ടും എനിക്ക് കിട്ടുന്ന മാർക്ക് ഇത്രയും കുറവാണല്ലോ. വിളിക്കുന്ന പ്രോഗ്രാമുകൾക്കൊന്നും ഞാൻ പോവാറില്ല. ആ സമയം കൂടി ഞാൻ പഠിക്കാറാണ് പതിവ്. എന്നിട്ടും എനിക്ക് കിട്ടുന്ന മാർക്ക് കുറവാണല്ലോ. ഞാൻ ഇത്രയൊക്കെ എഫേർട്ട് എടുത്തിട്ടും എൻ്റെ മാർക്ക് കുറഞ്ഞു പോയതിൽ എനിക്ക് സങ്കടമുണ്ട്. എനിക്ക് ടീച്ചേഴ്സിനെ ഫേസ് ചെയ്യാൻ മടിയാണ്. അവരൊക്കെ എന്നിൽ ഒരുപാട് എക്സ്പെക്റ്റേഷൻ തന്നിട്ടുണ്ട്. ഈ മാർക്ക് ഷീറ്റ് എനിക്ക് വീട്ടിൽ കാണിക്കാൻ മടിയാണ്. അങ്ങനെ പല തരത്തിൽ ചിന്തിച്ചു കൂട്ടുന്ന ഒരു കൂട്ടം കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട മക്കളെ, ഇത് ഓണം എക്സാമാണ്, ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഒരു പേടിയും പേടിക്കണ്ട. നമ്മൾക്ക് ഈ ഒരു എക്സാമിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് നമ്മൾ വരുത്തിയത് എന്ന്. നിങ്ങൾ എത്രയധികം എഫേർട്ട് എടുത്തിട്ടും നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കതിലപ്പുറം ഒന്നും ചെയ്യാനൊന്നുമില്ല. കാരണം നിങ്ങളുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടാണ് നിങ്ങൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തത്. ഒരു പക്ഷേ 9ാം ക്ലാസ്സിൽ പോലും പരീക്ഷയുടെ തലേ ദിവസം, അതായത് പബ്ലിക് എക്സാമിൻ്റെ ദിവസങ്ങളിൽ പോലും ഇത്രയധികം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. എന്നിട്ടും ഓണം എക്സാമിന് നിങ്ങൾ അത്രയധികം പ്രയോറിറ്റി കൊടുത്ത് നിങ്ങളുടെ പല കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട്, ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ചെയ്തുകൊണ്ട്, വാട്സപ്പുകളിൽ കളിക്കുന്ന സമയങ്ങൾ കുറച്ചുകൊണ്ട്, ഒരു പക്ഷേ പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ടായിരിക്കും നിങ്ങൾ പഠിക്കാനിരുന്നത്. എന്നിട്ടും അവസാനത്തെ റിസൾട്ട് ഇങ്ങനെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. നിങ്ങളെ ഞങ്ങൾ പ്രിപ്പയർ ചെയ്യിപ്പിക്കുക തന്നെയാണ്. ഒരു പേടിയും പേടിക്കേണ്ട കേട്ടോ. നിങ്ങളുടെ കൂടെ നിങ്ങളിൽ ഒരാളായിട്ട് ഇനി വരുന്ന എക്സാമായിട്ടുള്ള ക്രിസ്മസ് എക്സാമിന് ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങളെ വാർത്തെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിൻ്റെ ഇടയിലും ഒരുപാട് കുട്ടികൾ നല്ല മാർക്ക് വാങ്ങുന്നുണ്ട്. അത് കാണുമ്പോൾ പല ആൾക്കാർക്ക് സങ്കടങ്ങളും ഉണ്ടാവും. അതായത് അവർ മാർക്ക് വാങ്ങുന്നത് കൊണ്ടല്ല സങ്കടം, എന്തുകൊണ്ട് അവർക്ക് മാർക്ക് കിട്ടിയിട്ട് ഞാൻ ഇത്ര എഫേർട്ട് ചെയ്ത് എനിക്ക് കിട്ടിയിട്ടില്ല എന്നൊക്കെ തോന്നലുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് ചേഞ്ചസുകളൊക്കെ നമ്മൾ വരുത്തിക്കൊണ്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. നല്ല നല്ല ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായിട്ട് പതിയെ പതിയെ നിങ്ങളെ ഞങ്ങൾ ബിൽഡ് ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങളുടെ കൂട്ടുകാരനായിട്ട് തന്നെ ഞങ്ങളെ കണ്ടോളൂ, ഒരു കുഴപ്പമില്ല. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് അടിപൊളിയാക്കടാ. നിങ്ങളെടുത്ത എഫേർട്ടിന് ഒരു കാലത്ത് എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറയാം. 10ാം ക്ലാസ്സിൽ മാത്തമാറ്റിക്സിൽ എനിക്ക് കിട്ടിയ ഗ്രേഡ് എന്ന് പറയുന്നത് B+ ആണ്. അത് ഓണം എക്സാമിനല്ല, അത് പബ്ലിക് എക്സാമിന് കിട്ടിയ മാർക്കാണ് B+ എന്ന് പറയുന്നത്. ആ മാർക്ക് കൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാനന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. ഞാനൊരു A+ ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ എനിക്കത് കിട്ടിയിട്ടില്ല എന്ന് കരുതി ഞാൻ എവിടെയെങ്കിലും ഫെയിലായി പോയിട്ടുണ്ടോ? ഇല്ല. ഞാൻ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായിട്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഇപ്പോഴും അതിൻ്റെ കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ മുന്നിൽ ഞാൻ മാത്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നത്. അത് A+ നഷ്ടപ്പെട്ടത് പോയതുകൊണ്ട് എനിക്ക് മാത്സ് പഠിപ്പിക്കാൻ പറ്റാതിരുന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നത് മാർക്കൊക്കെ സെക്കൻഡറി ആണ്. നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് എന്തായാലും റിസൾട്ട് കിട്ടും. അപ്പോൾ ഓണം എക്സാമിന് ഇത്ര മാർക്ക് കുറഞ്ഞു പോയി, നമുക്ക് ഇനി ക്രിസ്മസ് എക്സാമിന് തിരുത്താം. നമ്മളെ കൊണ്ടാവുന്ന അത്രയും എഫേർട്ട് എടുക്കാം, എന്നിട്ട് തിരുത്താൻ ശ്രമിക്കാം. ഇനി ചിലപ്പോൾ ക്രിസ്മസ് എക്സാമിന് ചിലപ്പോൾ മാർക്ക് കുറഞ്ഞു പോവാം, ചിലപ്പോൾ അത് ഇതിനേക്കാൾ കൂടാം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമുക്ക് മുന്നോട്ട് തന്നെ പോവേണ്ടതുള്ളൂ. ഒരു കാരണവശാലും നിങ്ങൾ നെഗറ്റീവ് അടിച്ചുകൊണ്ട് പിറകോട്ടായി പോകരുത്. കാരണം നിങ്ങൾ സങ്കടപ്പെടുമ്പോൾ ഞങ്ങൾക്കും സങ്കടമാണ്. അതുകൊണ്ട് പോസിറ്റീവായിട്ട് ഇരിക്കുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന ഫ്രണ്ട്സുകളുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, പാരൻസ് ഉണ്ട്, ചിലപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളോടൊക്കെ തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ കൂടെ എല്ലാമായിട്ട് ഞങ്ങളുണ്ടാകും. ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് അടിപൊളിയാക്കണം. അപ്പോൾ വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ചു ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോകുക. വരുന്നിടത്ത് വെച്ച് കാണാമെന്നൊരൊറ്റ മൈൻഡ് മതി. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ പ്രസാദ് ലേണിംഗ്. എല്ലാവരും ഇനിയുള്ള ദിവസങ്ങൾ നന്നായിട്ട് പഠിക്കുക. ബൈ.